ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. 23-ാം ദിവസം ജോസഫ് സഹോദരന്മാരെ പരീക്ഷിക്കുന്നു. ഇന്നേ ദിവസം നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകം 43-ഉം 44-ഉം അധ്യായങ്ങൾ, ജോബിൻ്റെ 35-ഉം 36-ഉം അധ്യായങ്ങൾ, സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 10 തുടങ്ങി 19 വരെയുള്ള വാക്യങ്ങൾ എന്നിവ വായിക്കുന്നു. ബെഞ്ചമിനുമായി ഈജിപ്തിലേക്ക് എത്തിയ സഹോദരന്മാരെ ജോസഫ് വീണ്ടും പരീക്ഷിക്കുന്നു. ആശയക്കുഴപ്പത്തിലായ സഹോദരന്മാർ ബെഞ്ചമിനെ കൂടാതെ യാക്കോബിൻ്റെ അടുത്തേക്ക് തിരികെ ചെന്നാലുണ്ടാകാവുന്ന ഭവിഷ്യത്തുകൾ ജോസഫിനെ ബോധ്യപ്പെടുത്തുന്നു. ബെഞ്ചമിന് പകരം അടിമയാകാൻ യൂദ തയ്യാറാകുന്ന സാഹചര്യം നമുക്ക് ശ്രവിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 43-ാം അധ്യായം. ബെഞ്ചമിനും ഈജിപ്തിലേക്ക്. നാട്ടിൽ ക്ഷാമം കൊടുമ്പിരിക്കൊണ്ടു. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം അവർ ഭക്ഷിച്ചു തീർന്നപ്പോൾ അവരുടെ പിതാവ് അവരോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചുപോയി നമുക്ക് വേണ്ടി കുറച്ചുകൂടി ഭക്ഷ്യധാന്യം വാങ്ങിക്കൊണ്ടുവരുവിൻ. അപ്പോൾ യൂദ അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു, സഹോദരൻ നിങ്ങളോടൊപ്പം ഇല്ലാത്ത പക്ഷം നിങ്ങൾ എൻ്റെ മുഖം ദർശിക്കുകയില്ല എന്നയാൾ ഞങ്ങൾക്ക് കർശനമായി താക്കീത് നൽകിയിട്ടുണ്ട്. സഹോദരനെ ഞങ്ങളോടുകൂടി അയക്കുമെങ്കിൽ ഞങ്ങൾ പോയി അങ്ങേക്കായി ഭക്ഷ്യധാന്യം വാങ്ങിക്കൊണ്ടുവരാം. അങ്ങ് അയക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല. കാരണം സഹോദരൻ നിങ്ങളോടൊപ്പം ഇല്ലാത്ത പക്ഷം നിങ്ങൾ എൻ്റെ മുഖം ദർശിക്കുകയില്ല എന്ന് അയാൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇസ്രായേൽ ചോദിച്ചു, നിങ്ങൾക്ക് ഒരു സഹോദരൻ കൂടി ഉണ്ടെന്ന് അയാളോട് വിശദീകരിച്ച് എന്തിനാണ് നിങ്ങൾ എന്നെ ദ്രോഹിച്ചത്? അവർ പറഞ്ഞു, അയാൾ ഞങ്ങളെയും വീട്ടുകാരെയും കുറിച്ച് നിങ്ങളുടെ പിതാവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നോ, നിങ്ങൾക്കൊരു സഹോദരനുണ്ടോ എന്നിങ്ങനെ വിശദമായി ചോദ്യം ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് അയാളോട് ഇക്കാര്യങ്ങൾ ഇவ்விധം വിശദീകരിക്കേണ്ടി വന്നു. നിങ്ങളുടെ സഹോദരനെ കൂട്ടിക്കൊണ്ടുവരുവിൻ എന്ന് അയാൾ പറയുമെന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടായിരുന്നു. അപ്പോൾ യൂദ തൻ്റെ പിതാവായ ഇസ്രായേലിനോട് പറഞ്ഞു, ഞങ്ങൾ തയ്യാറായി യാത്രയാകേണ്ടതിന് കുട്ടിയെ എന്നോടൊപ്പം അയച്ചാലും, അങ്ങനെ അങ്ങും ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ജീവനോടെ ഇരിക്കട്ടെ. നമ്മൾ മരിക്കാതിരിക്കട്ടെ. ഞാൻ തന്നെ അവന് ജാമ്യം നൽകാം. എൻ്റെ കയ്യിൽ നിന്ന് അങ്ങേക്ക് അവനെ ആവശ്യപ്പെടാം. അവനെ ഞാൻ അങ്ങയുടെ പക്കൽ തിരികെ കൊണ്ടുവന്ന് അങ്ങയുടെ മുമ്പിൽ ഹാജരാക്കുന്നില്ലെങ്കിൽ എക്കാലവും ഞാൻ അങ്ങയോട് തെറ്റുകാരനായിരിക്കും. ഞങ്ങൾ ഇത്രയും വൈകാതിരുന്നെങ്കിൽ ഞങ്ങളിപ്പോൾ 2-ാം പ്രാവശ്യം പോയി തിരിച്ചെത്തുമായിരുന്നു. അപ്പോൾ അവരുടെ പിതാവായ ഇസ്രായേൽ അവരോട് പറഞ്ഞു, അങ്ങനെ തന്നെയെങ്കിൽ ഇത് ചെയ്യുക. നാടിൻ്റെ വിശിഷ്ടോൽപ്പന്നങ്ങളിൽ നിന്ന് കുറച്ച് തൈലം, കുറച്ച് തേൻ, സുഗന്ധദ്രവ്യങ്ങൾ, മീറ, ബോടനണ്ടി, ബദാം പരിപ്പ് എന്നിവ നിങ്ങളുടെ ഭാണ്ഡങ്ങളിലെടുത്ത് അദ്ദേഹത്തിന് കാഴ്ചയായി കൊണ്ടു ചെല്ലുക. നിങ്ങളുടെ കയ്യിൽ 2 മടങ്ങ് പണവും എടുത്തുകൊള്ളണം. നിങ്ങളുടെ കെട്ടുകളിൽ വായ്ഭാഗത്ത് തിരികെ വെച്ചിരുന്ന പണവും നിങ്ങളുടെ കയ്യിൽ തിരിച്ചു കൊണ്ടുപോകണം. ഒരുപക്ഷെ അതൊരു നോട്ടപ്പിശകായിരിക്കാം. നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങളുടെ സഹോദരനെയും കൂടെ കൂട്ടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് മടങ്ങിച്ചെല്ലുവിൻ. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സർവശക്തനായ തമ്പുരാൻ നിങ്ങളോട് അനുകമ്പ കാണിക്കട്ടെ. അങ്ങനെ അദ്ദേഹം നിങ്ങളുടെ മറ്റേ സഹോദരനെയും ബെഞ്ചമിനെയും നിങ്ങൾക്ക് വിട്ടുതരട്ടെ. ഞാനാകട്ടെ അനപത്യനെന്ന പോലെ പുത്രവിരഹം അനുഭവിക്കുന്നു. അവർ എഴുന്നേറ്റ് കാഴ്ചവസ്തുക്കൾ സംവഹിച്ച് ഇരട്ടിപ്പണവും കയ്യിലെടുത്ത് ബെഞ്ചമിനോടൊത്ത് ഈജിപ്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു. അവർ ജോസഫിൻ്റെ മുമ്പിൽ സന്നിഹിതരായി. ജോസഫ് ബെഞ്ചമിനെ അവരോടുകൂടെ കണ്ടു. അപ്പോൾ അവൻ തൻ്റെ വീട്ടുകാര്യസ്ഥനോട് പറഞ്ഞു, ഈ ആളുകളെ വീട്ടിലേക്ക് കൊണ്ടുപോകുവിൻ. ഒരു മൃഗത്തെ കൊന്ന് തയ്യാറാക്കുവിൻ.
എന്തെന്നാൽ എൻ്റെ കൂടെയായിരിക്കും ഈ ആളുകൾ ഉച്ചഭക്ഷണം കഴിക്കുന്നത്. ജോസഫ് പറഞ്ഞതുപോലെ അയാൾ ചെയ്തു. അയാൾ ആ ആളുകളെ ജോസഫിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ജോസഫിൻ്റെ വീട്ടിലേക്ക് ആനയിക്കപ്പെടുന്നതുകൊണ്ട് അവർക്ക് ഭയമായി. അവർ പറഞ്ഞു, കഴിഞ്ഞ തവണ നമ്മുടെ കെട്ടുകളിൽ തിരികെ വെച്ച പണത്തെ ചൊല്ലി നമ്മുടെ മേൽ ചാടി വീഴുന്നതിനും നമ്മെ കീഴ്പ്പെടുത്തുന്നതിനും നമ്മെയും നമ്മുടെ കഴുതകളെയും അടിമകളാക്കി പിടിക്കുന്നതിനും വേണ്ടിയാണ് നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർ ജോസഫിൻ്റെ വീട്ടുകാര്യസ്ഥനെ സമീപിച്ച് വീട്ടുവാതിൽക്കൽ വെച്ച് അയാളോട് സംസാരിച്ചു. അവർ പറഞ്ഞു, അല്ലയോ യജമാനനെ, കഴിഞ്ഞ തവണ ഭക്ഷ്യധാന്യം വാങ്ങുന്നതിന് ഞങ്ങളിവിടെ വന്നിരുന്നു എന്നത് ശരിയാണ്. എന്നാൽ ഞങ്ങൾ വഴിയമ്പലത്തിൽ ചെന്ന് ഞങ്ങളുടെ കെട്ടുകൾ അഴിച്ചപ്പോൾ അതാ ഓരോരുത്തരുടെയും പണം, ഞങ്ങളുടെ തുക അതേപടി അവനവൻ്റെ കെട്ടിൻ്റെ വായ്ഭാഗത്തുണ്ടായിരുന്നു. ഞങ്ങളത് ഞങ്ങളുടെ കൈവശം തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. ഭക്ഷ്യധാന്യം വാങ്ങാൻ വേറെ പണവും ഞങ്ങളുടെ കൈവശം കരുതിയിട്ടുണ്ട്. പണം ഞങ്ങളുടെ കെട്ടുകളിൽ തിരികെ വെച്ചത് ആരെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ പിതാവിൻ്റെ ദൈവമാണ് നിങ്ങളുടെ കെട്ടുകളിൽ നിങ്ങൾക്കായി നിധി നിക്ഷേപിച്ചത്. നിങ്ങളുടെ പണം എൻ്റെ പക്കൽ എത്തിയിട്ടുള്ളതാണ്. അയാൾ ശിമിയോനെ അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. അനന്തരം അയാൾ അവരെ ജോസഫിൻ്റെ വീട്ടിനുള്ളിൽ കൊണ്ടുചെന്ന് അവർക്ക് വെള്ളം കൊടുത്തു. അവർ തങ്ങളുടെ കാലുകൾ കഴുകി. അയാൾ അവരുടെ കഴുതകൾക്ക് തീറ്റയും കൊടുത്തു. ഉച്ചയ്ക്ക് ജോസഫ് വരുമ്പോഴേക്ക് അവർ കാഴ്ച ഒരുക്കി വെച്ചു. കാരണം അവിടെയായിരിക്കും തങ്ങൾ ഭക്ഷണം കഴിക്കുകയെന്ന് അവർ കേട്ടിരുന്നു. ജോസഫ് വീട്ടിലേക്ക് വന്നപ്പോൾ അവർ അവനു വേണ്ടി തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന കാഴ്ച വീട്ടിലേക്ക് കൊണ്ടുചെന്നു. അവർ അവനെ നിലം പറ്റ വണങ്ങി. അവൻ അവരോട് കുശലമന്വേഷിച്ചുകൊണ്ട് ചോദിച്ചു, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നെന്ന് നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ വൃദ്ധനായ പിതാവിന് സുഖം തന്നെയോ? അവർ പറഞ്ഞു, അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവിന് സുഖം തന്നെ. അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അവർ കുനിഞ്ഞ് അവന് വണങ്ങി. അവൻ കണ്ണുകളുയർത്തി നോക്കിയപ്പോൾ തൻ്റെ സഹോദരൻ ബെഞ്ചമിനെ, തൻ്റെ തന്നെ അമ്മയുടെ മകനെ കണ്ടു. അവൻ ചോദിച്ചു, ഇവനാണോ നിങ്ങൾ എന്നോട് പറഞ്ഞ നിങ്ങളുടെ ഇളയ സഹോദരൻ? തുടർന്ന് അവൻ പറഞ്ഞു, എൻ്റെ മകനെ, ദൈവം നിന്നോട് കനിവ് കാണിക്കട്ടെ. ജോസഫ് തിടുക്കം കൂട്ടി. കാരണം സഹോദരനെ പ്രതി അവൻ്റെ ഉള്ളം തുടിച്ചു. അവൻ കരയാൻ വെമ്പി ഉൾമുറിയിലേക്ക് പ്രവേശിച്ച് അവിടെ അവൻ കരഞ്ഞു. പിന്നെ അവൻ മുഖം കഴുകി പുറത്തു വന്ന് തന്നെ നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു, ഭക്ഷണം വിളമ്പുപോയി. അവനും അവർക്കും പിന്നെ അവനോടൊത്ത് ഭക്ഷണം കഴിക്കുന്ന ഈജിപ്തുകാർക്കും അവർ വിളമ്പിയത് പ്രത്യേകമായാണ്. ഹെബ്രായരോടൊത്ത് ഭക്ഷണം കഴിക്കുന്നത് ഈജിപ്തുകാർക്ക് നിഷിദ്ധമായിരുന്നതുകൊണ്ട് ഈജിപ്തുകാർക്ക് അതിന് കഴിയുമായിരുന്നില്ല. അവൻ്റെ മുമ്പിൽ അവർ ഇരുന്നത് മൂത്തവൻ തൻ്റെ മൂപ്പനുസരിച്ചും ഇളയവൻ തൻ്റെ ഇളപ്പമനുസരിച്ചുമാണ്. ആളുകൾ അന്യോന്യം വിസ്മയം പ്രകടിപ്പിച്ചു. അവൻ തൻ്റെ മുമ്പിലുണ്ടായിരുന്ന പങ്കുകൾ അവർക്കായി വീതം വെച്ചു. എന്നാൽ ബെഞ്ചമിൻ്റെ പങ്ക് എല്ലാവരുടെയും പങ്കുകളേക്കാൾ 5 മടങ്ങ് അധികമായിരുന്നു. അവർ അവനോടൊപ്പം പാനം ചെയ്തുല്ലസിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 44-ാം അധ്യായം. സഹോദരന്മാർക്ക് അഗ്നിപരീക്ഷ. അവൻ തൻ്റെ വീട്ടുകാര്യസ്ഥനോട് ഇപ്രകാരം കൽപ്പിച്ചു, അവർക്ക് സംവഹിക്കാൻ സാധിക്കുന്നത്ര ഭക്ഷ്യധാന്യം അവരുടെ കെട്ടുകളിൽ നിറയ്ക്കുവിൻ. ഓരോരുത്തൻ്റെയും പണം അവനവൻ്റെ കെട്ടിൻ്റെ വായ്ഭാഗത്ത് വയ്ക്കുകയും വേണം. ഇളയവൻ്റെ കെട്ടിൻ്റെ വായ്ഭാഗത്ത് എൻ്റെ പാനപാത്രം, വെള്ളിപ്പാനപാത്രം അവൻ്റെ ധാന്യവിലയായ പണത്തിൻ്റെ കൂടെ വയ്ക്കുക. ജോസഫ് പറഞ്ഞ വാക്കനുസരിച്ച് അയാൾ പ്രവർത്തിച്ചു. രാവിലെ വെട്ടം വീണപ്പോൾ അവരും അവരുടെ കഴുതകളും യാത്രയാക്കപ്പെട്ടു. അവർ നഗരം വിട്ട് പുറത്തായില്ല. അപ്പോൾ ജോസഫ് തൻ്റെ വീട്ടുകാര്യസ്ഥനോട് പറഞ്ഞു, എഴുന്നേറ്റ് ആളുകളുടെ പിന്നാലെ പായുക. അവരെ മറികടന്നിട്ട് അവരോട് പറയണം, നിങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്തത് എന്തുകൊണ്ട്? ഇതിൽ നിന്നല്ലേ എൻ്റെ യജമാനൻ പാനം ചെയ്യുന്നത്? ഇതുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹം ഗണിച്ചറിയുന്നത്? നിങ്ങൾ ചെയ്തത് ദുഷ്കൃത്യമായിപ്പോയി. അവരെ മറികടന്നിട്ട് അവൻ അവരോട് ഇക്കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അവർ അവനോട് പറഞ്ഞു, എന്താണ് എൻ്റെ യജമാനൻ ഇത്തരം വാക്കുകൾ സംസാരിക്കുന്നത്? ഇത്തരമൊരു കാര്യം ചെയ്യാൻ താങ്കളുടെ ദാസന്മാർക്ക് ഇടയാകാതിരിക്കട്ടെ. നോക്കൂ, ഞങ്ങളുടെ കെട്ടുകളുടെ വായ്ഭാഗത്ത് ഞങ്ങൾ കണ്ടെത്തിയ പണം കാനാൻ ദേശത്തു നിന്ന് ഞങ്ങൾ താങ്കളുടെ അടുത്ത് തിരികെ കൊണ്ടുവന്നല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ താങ്കളുടെ യജമാനന്മാരുടെ വീട്ടിൽ നിന്ന് വെള്ളിയോ പൊന്നോ എങ്ങനെ മോഷ്ടിക്കും? അത് താങ്കളുടെ ദാസരിൽ ആരുടെ പക്കൽ കണ്ടെത്തപ്പെടുന്നുവോ അവൻ മരിക്കണം.
ഞങ്ങളെല്ലാവരും എൻ്റെ യജമാനന് അടിമകളായിരിക്കുകയും ചെയ്യും. അവൻ പറഞ്ഞു, ഇപ്പോഴും നിങ്ങൾ പറയുന്നത് പോലെയാകട്ടെ. അത് ആരുടെ പക്കൽ കാണപ്പെടുന്നുവോ അവൻ എനിക്ക് അടിമയാകും. നിങ്ങൾ നിരപരാധരായിരിക്കും. അപ്പോൾ ഓരോരുത്തരും തിടുക്കപ്പെട്ട് അവനവൻ്റെ കെട്ട് നിലത്തിറക്കി. ഓരോരുത്തരും അവനവൻ്റെ കെട്ടഴിച്ചു. അപ്പോൾ അവൻ മൂത്തവനിൽ നിന്ന് ആരംഭിച്ച് ഇളയവനിൽ അവസാനിക്കും വിധം പരിശോധിച്ചു. ബെഞ്ചമിൻ്റെ കെട്ടിൽ ചഷകം കണ്ടെത്തുകയും ചെയ്തു. അവർ തങ്ങളുടെ വസ്ത്രം വലിച്ചു കയറി. ഓരോരുത്തനും അവനവൻ്റെ കഴുതപ്പുറത്ത് ചുമടുകയറ്റി പട്ടണത്തിലേക്ക് മടങ്ങി. യൂദ അവൻ്റെ സഹോദരന്മാരോടൊത്ത് ജോസഫിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അവൻ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അവർ അവൻ്റെ മുമ്പിൽ നിലംപറ്റെ വീണു. ജോസഫ് അവരോട് ചോദിച്ചു, ഇതെന്ത് പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത്? എന്നെപ്പോലെ ഒരാൾക്ക് തീർച്ചയായും ഗണിച്ചറിയാനാകുമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അപ്പോൾ യൂദ പറഞ്ഞു, ഞങ്ങൾ എന്താണ് യജമാനനോട് പറയേണ്ടത്? എന്താണ് സംസാരിക്കേണ്ടത്? എങ്ങനെയാണ് സ്വയം സാധൂകരിക്കേണ്ടത്? ദൈവം അങ്ങയുടെ ദാസരുടെ കുറ്റം കണ്ടുപിടിച്ചിരിക്കുന്നു. ഇതാ, ഞങ്ങൾ യജമാനന് അടിമകളാണ്. ഞങ്ങളും ആരുടെ കൈവശം പാനപാത്രം കണ്ടുപിടിക്കപ്പെട്ടുവോ അവനും. എന്നാൽ അവൻ പറഞ്ഞു, ഞാനത് ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ. ആരുടെ കൈവശം പാനപാത്രം കണ്ടുപിടിക്കപ്പെട്ടുവോ അവൻ മാത്രം എനിക്ക് അടിമയായിരിക്കും. നിങ്ങൾ സമാധാനമായി നിങ്ങളുടെ പിതാവിൻ്റെ അടുത്തേക്ക് പോയിക്കൊള്ളുവിൻ. അപ്പോൾ യൂദ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, അല്ലയോ എൻ്റെ യജമാനെ, അങ്ങയുടെ ദാസൻ ഒരു വാക്കുകൂടി യജമാനൻ്റെ ചെവികളിൽ ഉണർത്തിച്ചു കൊള്ളട്ടെ. അങ്ങയുടെ ദാസൻ്റെ നേരെ അങ്ങയുടെ കോപം ജ്വലിക്കാതിരിക്കട്ടെ. എന്തെന്നാൽ ഫറവോ എങ്ങനെയോ അതുപോലെയാണങ്ങ്. എൻ്റെ യജമാനൻ അങ്ങയുടെ ദാസന്മാരോട് ഇപ്രകാരം തിരക്കിയിരുന്നു, നിങ്ങൾക്ക് പിതാവോ സഹോദരനോ ഉണ്ടോ? അപ്പോൾ ഞങ്ങൾ എൻ്റെ യജമാനനോട്, ഞങ്ങൾക്ക് വൃദ്ധനായ പിതാവും വാർദ്ധക്യത്തിലെ മകനായ ഒരു ഇളയവനുമുണ്ട്. അവൻ്റെ സഹോദരൻ മരിച്ചുപോയി. അവൻ്റെ അമ്മയുടേതായി അവൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ. അവൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴാണ് അങ്ങയുടെ ദാസരോട് അവനെ എൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവരിക, എനിക്കവനെ നേരിട്ട് കാണണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ യജമാനനോട്, ബാലന് തൻ്റെ പിതാവിനെ വിട്ടുപോരാൻ വയ്യ, അവൻ തൻ്റെ പിതാവിനെ പിരിഞ്ഞാൽ അദ്ദേഹം മരിച്ചു പോകും എന്ന് ഉണർത്തുകയുണ്ടായി. നിങ്ങളുടെ ഇളയ സഹോദരൻ നിങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ മുഖം ഇനി കാണുകയുണ്ടാവില്ല എന്ന് അങ്ങയുടെ ദാസന്മാരോട് പറഞ്ഞു. പിന്നെ സംഭവിച്ചത് ഇതാണ്, ഞങ്ങൾ അങ്ങയുടെ ദാസനായ എൻ്റെ പിതാവിൻ്റെ അടുത്തെത്തി. എൻ്റെ യജമാനൻ്റെ വാക്കുകൾ ഞങ്ങൾ അദ്ദേഹത്തോട് വിവരിച്ചു. തിരിച്ചുപോയി നമുക്കായി കുറച്ച് ഭക്ഷ്യധാന്യം വാങ്ങിക്കൊണ്ടുവരുവൻ എന്ന് പിന്നീട് ഞങ്ങളുടെ പിതാവ് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് പോകാൻ വയ്യ. എന്നാൽ ഞങ്ങളുടെ ഇളയ സഹോദരൻ ഞങ്ങളോടൊത്തുണ്ടെങ്കിൽ ഞങ്ങൾ പോകാം. കാരണം ഞങ്ങളുടെ ഇളയ സഹോദരൻ ഞങ്ങളോടൊത്തില്ലെങ്കിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ മുഖം കാണാൻ സാധിക്കുകയില്ല. അപ്പോൾ അങ്ങയുടെ ദാസനായ എൻ്റെ പിതാവ് ഞങ്ങളോട് പറഞ്ഞു, എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടി 2 പ്രസവിച്ചു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരുവൻ എന്നെ വിട്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായും വന്യമൃഗം ചീന്തിക്കീറിയത് തന്നെ. പിന്നെ ഞാൻ അവനെ ഇതുവരെ കണ്ടിട്ടില്ല. അവനെ കൂടി നിങ്ങൾ എൻ്റെ മുമ്പിൽ നിന്ന് കൊണ്ടുപോവുകയും അവന് ആപത്ത് പിണയുകയും ചെയ്താൽ നിങ്ങൾ എൻ്റെ വാർദ്ധക്യം ദുരിതത്തോടെ പാതാളത്തിലേക്ക് ആഴ്ത്തുകയായിരിക്കും. ഇപ്പോഴാകട്ടെ അങ്ങയുടെ ദാസനായ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ ചെല്ലുമ്പോൾ ആ ബാലൻ ഞങ്ങളോടൊത്തുണ്ടാകില്ല. അദ്ദേഹത്തിൻ്റെ ജീവനോ അവൻ്റെ ജീവനോട് ബന്ധിക്കപ്പെട്ടുമിരിക്കും. ബാലനില്ല എന്ന് അദ്ദേഹം കാണുന്ന വേളയിൽ അദ്ദേഹം മരിക്കും. അങ്ങനെ അങ്ങയുടെ ദാസന്മാർ അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവിൻ്റെ വാർദ്ധക്യം ദുഃഖസാന്ദ്രതയിൽ പാതാളത്തിലേക്ക് ആഴ്ത്തുകയായിരിക്കും. മാത്രമല്ല, ബാലനെ ഞാൻ അങ്ങയുടെ പക്കൽ തിരിച്ചെത്തിക്കുന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ എൻ്റെ പിതാവിനോടുകൂടി കുറ്റക്കാരനായിരിക്കും എന്ന് പറഞ്ഞ് ബാലന് വേണ്ടി എൻ്റെ പിതാവിൻ്റെ പക്കൽ അങ്ങയുടെ ദാസൻ ജാമ്യം നിന്നിട്ടുണ്ട്. അതിനാൽ ഇപ്പോൾ ബാലന് പകരം അങ്ങയുടെ ദാസൻ എൻ്റെ യജമാനന് അടിമയായി കഴിഞ്ഞുകൊള്ളട്ടെ. ബാലൻ അവൻ്റെ സഹോദരന്മാരോടുകൂടി തിരിച്ചു പോവുകയും ചെയ്യട്ടെ. ബാലൻ എന്നോടൊപ്പമില്ലാതെ ഞാൻ എങ്ങനെ എൻ്റെ പിതാവിൻ്റെ അടുത്ത് ചെല്ലും? എൻ്റെ പിതാവിനെ പിടികൂടുന്ന ദുരന്തം കാണാൻ എനിക്ക് ഇടയാകരുതല്ലോ. ജോബിൻ്റെ പുസ്തകം 35-ാം അധ്യായം. എലീഹുവിൻ്റെ 3-ാം പ്രഭാഷണം. എലീഹു പ്രത്യുത്തരമായി പറഞ്ഞു, ഇത് ന്യായമാണ് എന്ന് നീ കരുതുന്നുണ്ടോ? എൻ്റെ നീതി തമ്പുരാനിൽ നിന്നാണ് എന്ന് നീ പറയുന്നു. എന്നാൽ നീ ചോദിക്കുന്നു, അതുകൊണ്ട് അങ്ങേക്ക് എന്ത് പ്രയോജനം? എൻ്റെ പാപത്തിൽ നിന്ന് അകന്നിരിക്കെ എനിക്കെന്തു നേട്ടം? നിനക്കും നിന്നോടൊപ്പം
നിന്റെ സ്നേഹിതന്മാർക്കും ഞാൻ വചസ്സുകൾ തിരികെ നൽകാം. ആകാശങ്ങളെ നിരീക്ഷിച്ചു നോക്കൂ, നിന്നേക്കാൾ ഉയർന്ന മേഘങ്ങളെ വീക്ഷിക്കൂ. നീ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തേക്കെതിരെ നീ എന്താണ് നേടിയത്? നിന്റെ അകൃത്യങ്ങൾ പെരുകിയിട്ടുണ്ടെങ്കിൽ അവിടുത്തോട് നീ എന്താണ് പ്രവർത്തിച്ചത്? നീ നീതിമാനാണെങ്കിൽ അവിടുത്തേക്ക് നീ എന്തു കൊടുക്കുന്നു? അഥവാ നിന്റെ കയ്യിൽ നിന്ന് അവിടുന്ന് എന്ത് സ്വീകരിക്കുന്നു? നിന്റെ ദുഷ്ടത നിന്നെപ്പോലെ ഒരാൾക്കുള്ളതാണ്. നിന്റെ നീതിയാകട്ടെ ഒരു മനുഷ്യപുത്രന്. മർദ്ദനങ്ങളുടെ ആധിക്യ നിമിത്തം അവർ നിലവിളിക്കുന്നു, ഉന്നതരുടെ കരനിമിത്തം അവർ സഹായത്തിനായി കേഴുന്നു. എന്നാൽ അവരാരും പറഞ്ഞില്ല, രാത്രിയിലെ കീർത്തനഗീതങ്ങൾ ഉതിർക്കുന്ന എൻ്റെ സൃഷ്ടാവായ ദൈവം എവിടെ? നാട്ടുമൃഗങ്ങളെ എന്നതിനേക്കാൾ നമ്മെ പഠിപ്പിക്കുന്നവനാണ് അവിടുന്ന്. ആകാശപ്പറവ എന്നതിനേക്കാൾ നമ്മെ അവിടുന്ന് ജ്ഞാനികളാക്കുന്നു. അവിടെ അവർ നിലവിളിക്കുന്നു, എന്നാൽ ദുഷ്ടരുടെ അഹന്തയ്ക്ക് മുൻപിൽ അവിടുന്ന് ഉത്തരം നൽകുന്നില്ല. അതെ, കാപട്യം തമ്പുരാൻ ശ്രവിക്കുകയില്ല, സർവശക്തൻ അത് പരിഗണിക്കുകയില്ല. അപ്പോൾ പിന്നെ നീ അവിടുത്തെ വീക്ഷിക്കുന്നില്ല. വ്യവഹാരം അവിടുത്തെ സന്നിധിയിലുണ്ട്, നീ അവിടുത്തെ കാത്തിരിക്കുകയാണ് എന്നൊക്കെ നീ പറഞ്ഞാലോ. എന്നാലിപ്പോൾ അവിടുത്തെ കോപം ശിക്ഷിക്കാത്തതുകൊണ്ടും അകൃത്യം അവിടുന്ന് അധികം കണക്കിലെടുക്കാത്തതുകൊണ്ടും ജോബ് നിരർത്ഥകമായി തൻ്റെ വായു തുറക്കുന്നു, അറിവില്ലായ്മയിൽ വാക്കുകൾ പെരുപ്പിക്കുന്നു. ജോബിൻ്റെ പുസ്തകം 36-ാം അധ്യായം. എലീഹുവിൻ്റെ 4-ാം പ്രഭാഷണം. എലീഹു കൂട്ടിച്ചേർത്തു പറഞ്ഞു, എന്നോട് അല്പം ക്ഷമിക്കുക, ഞാൻ നിനക്ക് അത് വ്യക്തമാക്കി തരാം. ദൈവത്തിനു വേണ്ടി തീർച്ചയായും എനിക്ക് ഇനിയും വചസ്സുകളുണ്ട്. അങ്ങകലെ നിന്ന് ഞാൻ നേടിയതാണ് എൻ്റെ അറിവ്. എൻ്റെ സ്രഷ്ടാവിൻ്റെ നീതി ഞാൻ സമർത്ഥിക്കും. എന്തെന്നാൽ എൻ്റെ വചസ്സുകൾ സത്യമായും കപടമല്ല. അറിവിൻ്റെ തികവ് നിന്നോടൊത്തുണ്ട്. ഇതാ, ദൈവം മഹാനാണ്, അവിടുന്ന് വെറുക്കുന്നില്ല, ഹൃദയശക്തി മഹത്താണ്. ദുഷ്ടനെ അവിടുന്ന് ജീവനിൽ നിലനിർത്തില്ല, പീഡിതരുടെ ന്യായം അവിടുന്ന് സ്ഥാപിക്കുന്നു. നീതിമാന്മാരിൽ നിന്ന് തൻ്റെ ദൃഷ്ടികൾ അവിടുന്ന് പിൻവലിക്കുന്നില്ല. അവിടുന്ന് അവരെ രാജാക്കന്മാരോടൊപ്പം സിംഹാസനത്തിലേക്ക് നിത്യമായി തിരികെ കൊണ്ടുവരുന്നു. അവർ ഉന്നതരാണ്. അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുകയും പീഡാപാശങ്ങളിൽ കുടുങ്ങുകയും ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് അവർക്ക് അവരുടെ പ്രവൃത്തികളും ബലപ്രയോഗത്തിലൂടെയുള്ള അവരുടെ അതിക്രമങ്ങളും വെളിപ്പെടുത്തുന്നു. അവിടുന്ന് ശിക്ഷണത്തിനായി അവരുടെ ചെവി തുറക്കുകയും അകൃത്യങ്ങളിൽ നിന്ന് അവർ പിന്തിരിയണമെന്ന് പറയുകയും ചെയ്യുന്നു. അവർ ശ്രവിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്താൽ അവർ തങ്ങളുടെ ദിനങ്ങൾ നന്മയിലും വത്സരങ്ങൾ സന്തോഷത്തിലും പൂർത്തിയാക്കും. ശ്രവിക്കുന്നില്ലെങ്കിലോ അവർ കുന്തത്താൽ നശിക്കുകയും അറിവില്ലാത്തവരെ പോലെ മരിക്കുകയും ചെയ്യും. ഭൗതിക ഹൃദയർ കോപമുളവാക്കുന്നു. അവിടുന്ന് അവരെ ബന്ധിക്കുമ്പോൾ അവർ സഹായം അപേക്ഷിക്കുന്നില്ല. അവരുടെ ആത്മാവ് യൗവനത്തിലേ മരിക്കുന്നു. അവരുടെ ജീവിതം ദുർവൃത്തിയിലായിരുന്നുവല്ലോ. പീഡിതരെ അവരുടെ പീഡകൾ കൊണ്ട് തന്നെ അവിടുന്ന് രക്ഷിക്കുകയും കഷ്ടത കൊണ്ട് അവരുടെ ചെവി തുറക്കുകയും ചെയ്യുന്നു. നിന്നെയും അവിടുന്ന് ദുരിതമുഖത്ത് നിന്ന് വിശാല സ്ഥലത്തേക്ക്, ഉള്ളിൽ ഞെരുക്കമില്ലാത്തിടത്തേക്ക് ആകർഷിച്ചു. നിന്റെ മേശമേലുള്ളത് കൊഴുപ്പ് നിറഞ്ഞതാണ്, എന്നാൽ ദുഷ്ടൻ്റെ വിധി കൊണ്ട് നീ നിറഞ്ഞിരിക്കുന്നു. വിധിയും ന്യായവും നിന്നെ പിടികൂടുന്നു. ക്രോധമുള്ളപ്പോൾ അത് നിന്നെ ശിക്ഷയിൽ കൊണ്ടെത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. മോചനദ്രവ്യത്തിൻ്റെ വലിപ്പം നിന്നെ വ്യതിചലിപ്പിക്കാതിരിക്കട്ടെ. ഞെരുക്കത്തിലാകാതെ എല്ലാം ക്രമവൽക്കരിക്കാൻ സഹായത്തിനായുള്ള നിന്റെ കേടലിനോ എല്ലാ ശക്തിഭാവങ്ങൾക്കുമോ കഴിയുമോ? ജനതകൾ സ്വസ്ഥാനങ്ങളിൽ നിന്ന് ഇല്ലാതായി പോകുന്ന രാത്രി നീ കാക്ഷിക്കരുത്. അകൃത്യങ്ങളിലേക്ക് തിരിയാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. പീഡനത്തേക്കാൾ ഇതാണല്ലോ നീ ഇച്ഛിക്കുന്നത്. നോക്കൂ, തമ്പുരാൻ തൻ്റെ ശക്തിയിൽ ഉയർന്നു നിൽക്കുന്നു. അവിടുത്തെ പോലെ ഒരു ഗുരു ആരുണ്ട്? അവിടുത്തേക്ക് മാർഗം നിർദ്ദേശിച്ചവൻ ആര്? അഥവാ അങ്ങ് തിന്മ പ്രവർത്തിച്ചു എന്ന് ആര് പറയും? ആളുകൾ കീർത്തിച്ചിട്ടുള്ള അവിടുത്തെ പ്രവൃത്തി നീയും പുകഴ്ത്തണം എന്നോർക്കുക. ഓരോ മനുഷ്യനും അത് കണ്ട് ആസ്വദിക്കുന്നു. മർത്യൻ ദൂരെ നിന്ന് ഉറ്റുനോക്കുന്നു. ഇതാ, നമുക്ക് അഗ്രാഹ്യമാം വിധം മഹോന്നതനാണ് തമ്പുരാൻ. തിട്ടപ്പെടുത്താനാവാത്തതാണ് അവിടുത്തെ വത്സരങ്ങൾ. തീർച്ചയായും അവിടുന്നാണ് നീർത്തുള്ളികൾ വലിച്ചെടുക്കുന്നത്. അവ അവിടുത്തെ മൂടൽമഞ്ഞിനായി മഴയെ ശുദ്ധീകരിക്കുന്നു. ആകാശവിധാനങ്ങൾ അത് വർഷിക്കുകയും മനുഷ്യൻ്റെ മേൽ സമൃദ്ധമായി ചുരിയുകയും ചെയ്യുന്നു.
മേഘവ്യാപനങ്ങൾ, അവിടുത്തെ വിധാനത്തിൻ്റെ മുഴക്കങ്ങൾ എന്നിവ അവന് ഗ്രഹിക്കാനാകുമോ? അവിടുന്ന് അതിന്മേൽ തൻ്റെ മിന്നൽ വ്യാപിപ്പിക്കുന്നു. സമുദ്രമൂലങ്ങൾ അവിടുന്ന് മറയ്ക്കുന്നു. എന്നാൽ ഇവ വഴി അവിടുന്ന് ജനങ്ങളെ വിധിക്കുന്നു, സമൃദ്ധമായി ആഹാരം നൽകുന്നു. അവിടുന്ന് മിന്നൽ കൊണ്ട് തൻ്റെ ഉള്ളംകൈകൾ പൊതിയുന്നു, പ്രഹര ലക്ഷ്യത്തിൽ അതിനെ നിയോഗിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ മുഴക്കം അവിടുത്തെക്കുറിച്ച്, അകൃത്യങ്ങൾക്കെതിരെ രോക്ഷം പൂണ്ടവനെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 10 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങൾ. ജ്ഞാനപിതാവിൻ്റെ 3-ാം ഉപദേശം. എൻ്റെ മകനെ കേൾക്കുക, എൻ്റെ വാക്കുകൾ സ്വീകരിക്കുക, അപ്പോൾ നിനക്ക് ജീവിത സംവത്സരങ്ങൾ വർദ്ധിക്കും. ജ്ഞാനത്തിൻ്റെ വഴിയിൽ ഞാൻ നിന്നെ അഭ്യസിപ്പിച്ചു, സത്യസന്ധതയുടെ പാന്താവുകളിൽ നിന്നെ വഴി നടത്തി. നീ നടക്കുമ്പോൾ നിൻ്റെ കാലടി ഇടറുകയില്ല, ഓടുകയാണെങ്കിൽ നീ തട്ടി വീഴുകയുമില്ല. ശിക്ഷണത്തിൽ കരുത്താർജിക്കുക, വേണ്ടെന്ന് വയ്ക്കരുത്. അത് കാത്തുസൂക്ഷിക്കുക, എന്തെന്നാൽ അത് നിൻ്റെ ജീവനാണ്. ദുഷ്ടരുടെ പാതയിൽ പ്രവേശിക്കരുത്, മോശക്കാരുടെ വഴിയിൽ മോദിക്കരുത്. അത് വിട്ടൊഴിയുക, അതിൽ നീ കടക്കരുത്, അതിൽ നിന്ന് അകന്നു മാറി കടന്നു പോവുക. എന്തെന്നാൽ തെറ്റ് ചെയ്യാതെ അവർക്ക് ഉറങ്ങാനാവില്ല. അവർ ഇടർച്ചയുണ്ടാക്കുന്നില്ലെങ്കിൽ അവരുടെ നിദ്ര അപഹൃത്യമാകുന്നു. കാരണം അവർ ദുഷ്ടതയുടെ അപ്പം ഭക്ഷിക്കുകയും അക്രമങ്ങളുടെ വീഞ്ഞ് കുടിക്കുകയും ചെയ്യുന്നു. എന്നാൽ നീതിമാന്മാരുടെ പാത പൂർവാഗ്നത്തിലെ വെയിൽ പോലെയാണ്. പകൽ വെളിച്ചത്തിൻ്റെ ഉച്ചസ്ഥായി വരെ അത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. ദുഷ്ടരുടെ വഴി സാന്ദ്രതമസ്സു പോലെയാണ്. എന്തിലായിരിക്കും തങ്ങൾ തട്ടി വീഴുകയെന്ന് അവർക്കറിഞ്ഞുകൂടാ.